നമസ്കാരം. ഇന്ന് ഫ്ലവറിംഗ് പ്ലാന്റ്സിന് പറ്റിയ നല്ലൊരു പോട്ടി മിക്സ് പരിചയപ്പെടാം. മണ്ണ്, ഉമ്മി കരിച്ചത്, പിന്നെ ചാണക കമ്പോസ്റ്റ്, ഇത് മൂന്നും ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും മണ്ണാണ് നമ്മൾ ആദ്യത്തെ ഒരു ലെയറിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ മണ്ണിൻ്റെ മോൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് ഒരുപാട് ഹൈറ്റിലേക്ക് ഇങ്ങനെ കൂനയായിട്ട് നിൽക്കുക. അപ്പോൾ ഒന്ന് ലെവൽ ചെയ്തിട്ട് അടുത്ത ഉമ്മി കരിച്ച് നമുക്കിടാം. അപ്പോൾ നമ്മൾ മൂന്നും ഈക്വൽ റേഷ്യോയിലാണ് ഇടുക. മണ്ണ്, ഉമ്മി കരിച്ചത്, മണ്ണ്, കമ്പോസ്റ്റ്, ഇത് മൂന്നും ഈക്വൽ റേഷ്യോയിലാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇത്രയും മണ്ണിന് നമ്മൾ ഏകദേശം 3 ചാക്ക് ഉമ്മി കരിച്ചതാണ് ഇടുന്നത്. ഉമ്മി കരിച്ച് ഇടുന്നതിനെ കൊണ്ടുള്ള മെയിനായിട്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നല്ല രീതിയിൽ ഇതിന് എയർ സർക്കുലേഷൻ കിട്ടും, പിന്നെ നല്ല ഡ്രെയിനേജ് കിട്ടും. നമ്മൾ ഈ ചകിരിച്ചോറ് കമ്പോസ്റ്റിനെക്കാട്ടിലും വളരെ നല്ലതാണ് ഉമ്മി കരിച്ചത്. അപ്പോൾ നമ്മൾ ആ മോൾ ഭാഗം ഒന്ന് തട്ടി ലെവൽ ചെയ്തിട്ട് അടുത്ത ചാണക കമ്പോസ്റ്റ് ഇടാൻ തുടങ്ങി. അപ്പോൾ ഇതും ഏകദേശം ഒരു 3 ചാക്ക് കണക്കിനാണ് നമ്മൾ ചാണക കമ്പോസ്റ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ മണ്ണും ഇടും കേട്ടോ. അങ്ങനെ മണ്ണിട്ട് അങ്ങനെ ഒരു 3 സെറ്റ് നമ്മൾ ഉണ്ടാക്കേണ്ട. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ചെടികൾ മാറ്റി നടാനുണ്ട്. അപ്പോൾ ഒരുപാട് പോട്ടി മിക്സ് നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് നമ്മളിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടാൽ അത് മിക്സ് ചെയ്യാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ്. ഇതാണ് നമ്മൾ ചാണകം കമ്പോസ്റ്റ് ചെയ്യുന്ന സ്ഥലം. ഇതൊരു തണലത്താണ് ഉണ്ടാക്കുന്നത്. മുകളിൽ ടാർപോളിനെല്ലാം കിട്ടിയൊരു സ്ഥലമാണ്. ഇപ്പോൾ പച്ച ചാണകം എല്ലാം ലെയറായിട്ടിടും. അതിൻ്റെ മുകളിൽ കരിയില ഇല്ലെങ്കിൽ പച്ചില ഇങ്ങനെ അതിൻ്റെ മുകളിൽ അടുക്കും. പിന്നെ ഡെയിലി കിട്ടുന്ന അടുക്കള മാലിന്യങ്ങളും ഇതിൻ്റെ മുകളിലാണ് ഇടുക. ഇങ്ങനെ ലെയർ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്ക് ഗോമൂത്രം വെച്ച് നനച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇത് നമ്മൾ കമ്പോസ്റ്റ് ചെയ്ത ചാണകമാണ്. ഇതിൻ്റെ ഇലകളെല്ലാം നല്ലോണം ദ്രവിച്ച് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. കുറച്ച് കമ്പുകൾ മിക്സ് ആവാനുണ്ട്. ഇത്തിരി നനവുണ്ട്, കാരണം ഇവിടെ സ്പ്രിങ്ക്ലർ ഇട്ടുകൊണ്ട് ഡെയിലി നനയ്ക്കണോണ്ട് ഇച്ചിരി ഒരു നനവുണ്ടാകും. പക്ഷേ ഇത് ഒരു 8-9 മാസം പ്രായമുള്ള കമ്പോസ്റ്റാണ്. ഇതാണ് ഉമ്മി കരിച്ചത്. ഇത് ചാരമല്ല, പൗഡർ അല്ലാണ്ട് ഉമ്മിയുടെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഉമ്മി എങ്ങനെ കരിക്കണേന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ അടുത്തായിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് ഉണ്ടാക്കാൻ പറ്റില്ല, ഇല്ലെങ്കിൽ വാങ്ങാൻ കിട്ടില്ലെങ്കിൽ ഇതിന് പകരം മണൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ പെർലൈറ്റ് ഉപയോഗിക്കാം. രണ്ടും നല്ല രീതിയിൽ പൊട്ടി മിക്സിന് ഡ്രെയിനേജും എയർ സർക്കുലേഷനും കൊടുക്കും. അപ്പോൾ ഇത് കിട്ടാത്തവർ അങ്ങനെ ചെയ്യാം. അത് ഞാൻ ഒരു 2-3 വർഷമായിട്ട് ഇതേ സെയിം പോട്ടി മിക്സാണ് എൻ്റെ എല്ലാ ചെടികൾക്കും, ഈവൻ പച്ചക്കറി ഉണ്ടാക്കുന്ന ഗ്രോ ബാഗിലും ഇത് തന്നെയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അത് നല്ല രീതിയിൽ എനിക്ക് വളർച്ച കാണിക്കുന്നുണ്ട്. മണ്ണൊട്ടും കട്ട പിടിക്കില്ല. അപ്പോൾ നല്ല മഴക്കാലത്താണെങ്കിലും മണ്ണ് കട്ട പിടിക്കില്ല. അതാണ് ഇത് കൊണ്ടുള്ളൊരു മെയിനായിട്ടുള്ള ഉപയോഗം. ഇത് പൊട്ടി മിക്സ് ഒരു 2 പ്രാവശ്യമെങ്കിലും ഇളക്കി മിക്സ് ചെയ്യണം, എന്നാലേ ഇത് നല്ല രീതിയിൽ മിക്സായിട്ട് കിട്ടുള്ളൂ. ഉമ്മി കരിക്കാണ്ട് നേരിട്ട് ഉപയോഗിച്ചാൽ ഓരോ പ്രാവശ്യം നമ്മൾ നനയ്ക്കുമ്പോഴും, ഈ ഉമ്മി ലൈറ്റ് വെയിറ്റ് ആണല്ലോ മണ്ണിനെക്കാട്ടിലും, അപ്പോൾ ഓരോ പ്രാവശ്യം നനയ്ക്കുമ്പോഴും മെല്ലെ ആ പോട്ടി മിക്സിൽ നിന്ന് ഉമ്മി മേലിലേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ അത്രയൊക്കെ ആകുമ്പോഴത്തേക്കും ആദ്യത്തെ ടോപ്പ് ലെയർ വന്നിട്ട് ഉമ്മി മാത്രമായിരിക്കും. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള മണ്ണ് ഈ ഉമ്മിയെല്ലാം ഇതിൽ നിന്ന് മാറിയതുകൊണ്ട് നല്ല രീതിയിൽ കട്ടി പിടിച്ചിരിക്കും. അപ്പോൾ ഇതാണ് ഉമ്മി നേരിട്ട് ഉപയോഗിച്ചുള്ള ഒരു പ്രോബ്ലം. ഇനിയിപ്പോൾ സീസണൽ പ്ലാന്റ്സിനൊക്കെ ആണെങ്കിൽ ഒരു 6 മാസത്തേക്കൊന്നും കുഴപ്പമില്ല. അപ്പോൾ പെറ്റൂണിയ പോലെയുള്ള ചെടികൾക്ക് ഉമ്മി നേരിട്ട് ഉപയോഗിച്ചാലും വലിയ കുഴപ്പമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 2 വർഷം പ്രായമുള്ള വിൻകായുടെ പോട്ടി മിക്സ് നോക്കുമ്പോൾ എല്ലാ പോട്ടി മിക്സിലും ചട്ടിയിലും ഇങ്ങനെ ഒരു പ്രോബ്ലം ഞാൻ കണ്ടു. ടോപ്പ് ലെയർ മുഴുവൻ പിന്നെ ഉമ്മി ഇങ്ങനെ പൊങ്ങി വന്ന് ടോപ്പ് ലെയർ ഉമ്മി മാത്രം, തൊട്ട് താഴെയുള്ള മണ്ണ് നല്ല കട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം മറിച്ചു. 2 പ്രാവശ്യം മറിച്ച് നമ്മളൊരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങുക. അതുവരെ ചിലപ്പോൾ ഇതിനൊരു ഈ കമ്പോസ്റ്റൊന്നും ആയിട്ടില്ലെങ്കിൽ ചെറിയ രീതിയിലൊരു ചൂടുണ്ടാവും ഈ മിക്സിന്. അപ്പോൾ അതൊക്കെ ഒന്ന് തീരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 1 വീക്ക് ഇല്ലെങ്കിൽ ഒരു 10 ദിവസം നമ്മളതൊന്ന് വെയിറ്റ് ചെയ്യും. അപ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ തണുത്ത് നല്ല സെറ്റായിട്ടുണ്ടാവും. അല്ലാണ്ട് നേരത്തെ യൂസ് ചെയ്ത ഈ ചെറിയ വേരുകളുള്ള ചെടികളൊക്കെ പെട്ടെന്ന് കേടുവരും. ഇതാണ് നമ്മൾ 2 പ്രാവശ്യം മറിച്ച് കഴിഞ്ഞ പോട്ടി മിക്സ്. അത്യാവശ്യം നനവുള്ള മണ്ണാണ്, പക്ഷേ അത് കട്ടി പിടിക്കില്ല. നമ്മൾ നല്ല പിടിച്ചു നോക്കിയാലും കട്ടിയാവുന്നില്ല. അപ്പോൾ നമുക്കിനി നോക്കാം. ഇതാണ് നമ്മൾ ഈ പോട്ടി മിക്സിൽ നട്ട ഒരു ചെടിയാണ്. നിങ്ങൾക്ക് നോക്കിയ കാരണം ഒരുപാട് ഫീഡർ റൂട്ട്സ് ഉണ്ട്, ചെറിയ വേരുകൾ ഒരുപാടുണ്ട്.
കണ്ടോ നല്ല രീതിയിൽ കണ്ടോ ഇടയിൽ ഗ്യാപ്പ് നോക്കിയാൽ കാണാം നല്ല രീതിയിൽ ഗ്യാപ്പ് ഉണ്ട്, നല്ല എയർ സർക്കുലേഷൻ കിട്ടുന്നുണ്ട്. ആ ഉമ്മിയൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നു. കരിച്ച ഉമ്മി നിങ്ങൾക്ക് മുകളിലേക്ക് നോക്കിയാലും ആ താഴെ മിഡിൽ ഭാഗത്തൊക്കെ നിറയെ ഉമ്മി കരിച്ചതുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ അതിനകത്തൊരു എയർ സർക്കുലേഷൻ കിട്ടുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ഒരു പോട്ടാണ്. മണ്ണിത്തിരി കുറവാണ്. ഇതിലും ഒരുപാട് ഫീഡർ റൂട്ട്സ് ഉണ്ട്. നല്ല രീതിയിൽ റൂട്ട്സ് വന്നിട്ട് ഇടയിൽ നോക്കിയറിയാം നല്ല രീതിയിൽ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ റൂട്ടുകൾക്കൊക്കെ വളരാൻ നല്ലൊരു മീഡിയമാണിത്. അപ്പോൾ ഞാൻ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരണ വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.